അല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടോ? ഇന്ന് നമ്മള് ഓർക്കാപ്പുറത്തൊരു യാത്ര പോവാ. ഓർക്കാപ്പുറത്ത് അല്ല, അടുത്തൊന്നും അല്ല, ഇച്ചിരി ദൂരോട്ടാ. ഏറ്റുമാനൂർ വരെ പോവാ. കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഒന്നുകൂടി പോകേണ്ടി വന്നു. രാവിലെ വിളിച്ചിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. വൈകുന്നേരമാണ് ഫംഗ്ഷൻ. രാവിലെയാണ് തീരുമാനമായത്. അവര് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നതുകൊണ്ടേ അവർക്കും പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടി വന്നതേ ഉള്ളേ. പെട്ടെന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞു പോരെ, വൈകുന്നേരത്തേന് പോരേന്ന് പറഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പം ഉച്ചയായി. ഇനി നമുക്ക് മുണ്ടക്കയത്ത് ചെന്നിട്ട് ചായയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞാൻ്റെയും രേഷ്മയും പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. വൈകിട്ടത്തേനെ എല്ലുമായിരിക്കും ഏറ്റുമാനൂരല്ലേ? വൈകുന്നേരം 6 മണി കഴിഞ്ഞ് എല്ലാരും 6 മണി ആകുമ്പോഴത്തേനും ഫംഗ്ഷൻ തുടങ്ങും. വലിച്ചേട്ട് പോയാലേ ചെല്ലുള്ളൂ. ചെല്ലാം. ഇന്ന് എല്ലാവരും നല്ല ത്രില്ലിങ്ങിലാണ് കേട്ടോ. ഏറ്റുമാനൂർ പോകാന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. പിള്ളേർക്ക് അവിടെ ചെന്ന് കിടന്ന് ചാടണം. അപ്പം ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹൈ റേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നേ പോകുന്നത് കണ്ടോ, പശുവിനെ കൊണ്ടുപോകാൻ. അത് HF പശു, HF എന്ന് പറയും. ഓരോ വെറൈറ്റി ഇനങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും 2-3 തള്ളയൊക്കെ ഉണ്ടായിരുന്നു. ആ ലോറിയുടെ ഇത് ഫുള്ള് കവർ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് വലിപ്പം കൂടുതലുള്ളതും പാല് കൂടുതലുള്ളതും ഒക്കെയാണ്. നാടൻ പശുക്കളല്ല. ഇതൊക്കെ 10-25 ലിറ്ററൊക്കെ പാലുള്ള പശുക്കളാണ്. ഇതാണോ ഹൈബ്രിഡ് പശു? ഇതാണ് ഹൈബ്രിഡ് പശു കേട്ടോ. നമ്മൾ കട്ടപ്പന ടൗണിൽ കയറുന്നില്ല കേട്ടോ, ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ഈ കാണുന്ന കേട്ടോ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പനയിലെ ഒരു മെയിൻ ഹോസ്പിറ്റൽ. നമ്മളീ കട്ടപ്പന കഴിഞ്ഞിട്ടേ 20 ഏക്കർ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ പിന്നെ അഞ്ചുരുളിയൊക്കെ തിരിയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? കക്കാട്ടുകട. ഈ കക്കാട്ടുകടയ്ക്ക് മുന്നേക്ക് ഇവിടെ വരുമ്പോഴേ നല്ല രസമാണ് കാണാനായി. നല്ല അടിപൊളി സീനറിയാണ് ഈ ഭാഗമൊക്കെ. 2 സൈഡിലും നല്ല വീടുകളും നിറയെ ചെടികളും പൂക്കളും. അതുപോലെ തന്നെ ഈ വളമൊക്കെ അങ്ങ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അഞ്ചുരുളി മലയൊക്കെ കാണാം. നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്. റോഡും കൂടെ വീതി കൂട്ടി നല്ല റോഡായി കഴിഞ്ഞപ്പോ സ്ഥലത്തിന്റെ ഷേപ്പേ മാറിപ്പോയി. അതെ അതെ അതെ. ഈ ഏരിയയിലൊന്നും വീടുകളേ ഇല്ലായിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ എല്ലാം വീടുകളായി. ഇവിടെ നല്ല നല്ല വീടുകളുമായി. ആ കാണുന്ന അഞ്ചുരുളി മല, അതിനടിയിലാണ് ടണലൊക്കെ ഉള്ളത്. എന്നാണ് നമ്മൾ പോയതല്ലേ? ഇപ്പൊ പോയാൽ നല്ല വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളമുള്ളൂ. കാണാൻ നല്ല രസമാണ്. ഇപ്പൊ ഇടയ്ക്ക് ആ മേളിലൊരു അമ്പലം ഏതായിരുന്നു പറഞ്ഞത്? കല്യാണത്തണ്ട് അല്ലേ? അവിടെ ഒന്ന് പോണം. കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഈ അടുത്തടുത്ത് തന്നെ പോകാനുള്ളത്. എന്നാലും സമയമുള്ള പോലൊക്കെ കറങ്ങാം അല്ലേ? അതെ, അതാണ് പ്രശ്നം. കഴിഞ്ഞ് ഈ കക്കാട്ടട കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ വലത്തെ സൈഡിൽ കാണണേ ഭയങ്കര വൻ മരങ്ങളൊക്കെയാണ്. വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളും ഏലത്തോട്ടമാണ്. ഇത് ഒത്തിരി വർഷമായ ഏലത്തോട്ടമാണ്. അതെ അല്ലേ? ഇത് ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ തന്നെ. അതെ, ഒത്തിരി നാളായിട്ട് ഇവിടെ ഈ ഒരു ഭാഗം നേരത്തെ തൊട്ടേ ഏലത്തോട്ടമാണ്. നല്ല അടിപൊളി സീനാണ് ഇവിടെ എല്ലാം. കുഞ്ഞേ, ഈ ഏറ്റുമാനൂർ ചെല്ലുകയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളികളൊന്നും വന്നില്ലടാ? കുഞ്ഞിക്കണ്ണനും അച്ഛനൊന്നും വിളിച്ചില്ലേ? ആണോ? കുഞ്ഞിക്കണ്ണൻ രാവിലെ വിളിക്കുന്നുണ്ട്. എപ്പോഴും വിളിയാൻ തോന്നുന്നു. അവിടെ ചെല്ലുന്നത് മാത്രമേ ഉമ്മാരെ കാണുള്ളൂ. പിന്നെ ഉമ്മാരെ പോരാൻ നേരം എവിടെ നിന്നെങ്കിലും ഒക്കെ കുറുക്കിക്കൊണ്ട് വരണം. അത് വേറൊരാൾക്ക് സ്വസ്ഥതയില്ല. അവിടെ ചെന്നാ കാണാതെ പോകും. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, നേരത്തെ അല്ലായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കാണാതെ പോക്കൊന്നും ഇല്ല. നേരത്തെ ആയിരുന്ന പിന്നെ അമ്മ പറയുമായിരുന്നു, ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൊച്ചച്ചാടെ കൂടെ എങ്ങോട്ടും ഇല്ല. ചെന്ന് മുറ്റത്ത് വരെ ചെല്ലുന്ന കാണും, പിന്നെ ആളെ കാണുകയില്ല. ഇപ്പൊ അങ്ങനെ പോകുന്നില്ല. പിന്നെ നമ്മളൊരു 10 മണി 11 മണി ആകുമ്പോഴൊക്കെ വിളിക്കും. ഇപ്പൊ വരുന്നേ, അതേ വരുന്നേന്ന് പറയേ. ഇല്ല, ഞങ്ങളെ ഒരിടത്തും പോകുന്നില്ല. നല്ല പിള്ളേരായിട്ട് അവിടെ വീട്ടിൽ ഇരിക്കും. സ്വന്തം നാടായ ലബക്കട എത്തിയിട്ടുണ്ടോ? വീട്ടിൽ കയറണോ? വീട്ടിൽ കയറിയിട്ട് പോകാം. ഒരു സാധനം കൊടുക്കാനുണ്ട്, ഇത് കൊടുത്തിട്ട് പോകാം. ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ? നിങ്ങളല്ലേ എടുത്തു വെച്ചേ. നമ്മള് പ്രിയ മാഡത്തിന്റെ വീട്ടിലൊക്കെ കയറി കേട്ടോ. കയറി അവിടെ വീടെല്ലാം പെയിന്റിങ് ഒക്കെ നടക്കായിരുന്നു. അതുകൊണ്ട് എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു. ഏതായാലും അവിടുന്ന് വന്ന വഴിക്ക് ഫുഡ് ഏതായാലും നല്ല ഊണൊരെണ്ണം ഉണ്ടായിരുന്നത്. ഊണൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവരും ക്ഷീണത്തിരിക്കുക. അതെ, എന്നാന്നോ നല്ലപോലെ വിശന്നായിരുന്നു. രാവിലത്തെ കാപ്പൂടി അങ്ങ് ശരിയായില്ല. പിന്നെ വീട്ടിൽ കയറി എന്തെങ്കിലും കഴിക്കാതെ പോകുന്ന ഭയങ്കര ഒരു വിഷമമാണ്. അതുകൊണ്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ തോന്നി. കിട്ടുന്ന എല്ലാം മാന്തിക്കൊണ്ട് പോരുകയും ചെയ്യണം.
അതങ്ങനെയാ. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കണം, പിന്നെ കൈ കിട്ടുന്നൊക്കെ പെറുക്കിക്കൊണ്ടും പോരണം. അതൊരു ശീലമായി പോയി. അത് ഇങ്ങോട്ട് വന്നപ്പോ പെറുക്കി, ഇനി അങ്ങോട്ട് പോകുമ്പോ അതെ, അങ്ങോട്ട് പോകുമ്പോൾ പെറുക്കിയാൽ മതി. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങിയ ചിലപ്പോൾ ഏറ്റുമാനൂർ ചെല്ലുമ്പോൾ എഴുന്നേറ്റാൽ മതിയെന്ന് തോന്നുന്നു. അതെയല്ലേ. അങ്ങനെ ഞങ്ങൾ ഉറക്കാം. ഇപ്പം വെറുതെ അല്ല, ഇടയ്ക്ക് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ ഫുഡ് അടിക്കാനായിരുന്നല്ലേ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നേരം കിടന്നോ. അതെ. പിന്നെ ആ കുഞ്ഞാൻ്റെ എടുത്തോണ്ട് പോകണ്ടേ. അവരെയും കൂടെ കൂട്ടണം. അവര് അങ്ങോട്ട് മുണ്ടക്കയത്തോട്ട് വരുവോ? ചിലപ്പോ മുണ്ടക്കയത്തിന് വരും, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവരെ പോയി കൂട്ടിക്കൊണ്ട് വേണമായിരിക്കും നമുക്ക് പോകാൻ. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ വിളിക്കാതെ. ഇവിടെയൊക്കെ വികസനം വന്നപ്പോഴത്തേക്കിനും അങ്ങ് ഭയങ്കരമായിട്ട് വികസിച്ചു. വികസനമായി. അതുകൊണ്ട് അവിടെ ഒക്കെ നല്ല രസമല്ലേ കാണാൻ. ആ വഴി കയറി പോകുന്നുണ്ടോ, ഇനിയിപ്പോ അതിലേ വേണം നമുക്ക് കയറി പോകാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാലുവേ തേയിലെല്ലാം കുറച്ചുകൂടെ തളിർത്തേ, മഴ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു. അതെ അതെ, നല്ല പച്ചപ്പായി. അല്ല, ആ ഭാഗം കൊണ്ടൊക്കെ ഒരുമാതിരി വാടി നിൽക്കുമല്ലേ. KSRTC വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വളഞ്ഞു പോകുന്ന വഴി കൂടെ അതിലെ അക്കരെ കൂടെ വണ്ടി ഇറങ്ങി വരുന്ന കാണാൻ നല്ല രസമാണ്. ഇനിയിപ്പോ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ ഇവിടുന്ന് വണ്ടി അങ്ങനെ പോലെ വരുന്നത് കാണാം. ശരിയാ. ഇവിടെ നേരെ ഒരു പാലം അങ്ങോട്ട് ഇട്ടാ മതി. അതെ, ഈ വളഞ്ഞു വളഞ്ഞു വേണ്ടായിരുന്നു. ഇത്രയും വളയണമായിരുന്നു. പക്ഷെ വളഞ്ഞു വളഞ്ഞുള്ള വഴിയാ സുഖം. ഇതെല്ലാം നേരെ ആയിരുന്നെങ്കിൽ എന്തേരം കിലോമീറ്റർ കുറവ് വന്നേനെ അല്ലേ. അന്നേരം ചെലവ് കൂടുതലേ. അതുകൊണ്ടല്ലേ ഇങ്ങനെ വളച്ച് വളച്ച് വളർന്നേക്കുന്നത്. വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നമ്മള് കേറാൻ പോയില്ല ഇതുവരെ. അത് പോവാ. എനിക്ക് പേടിയാ, ഞാൻ കേറുവല്ല. അവിടെ നാനച്ചാലി പണിയുന്നിടത്ത് നമ്മള് ഇന്നാളെ ലോഡും കൊണ്ട് പോയില്ലേ, അവിടെയും റെഡിയായി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ഈ ഓരോരോ സംരംഭങ്ങൾ വരുമ്പോഴേ അത് എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പം സർക്കാർ ഉടനെ അല്ലെങ്കിൽ കോടതി അതിനെ ഉടനെ നിയന്ത്രണം കൊണ്ടുവരും. ഈ പ്രശ്നം ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇവരാരും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കുക. പണിയെല്ലാം തുടങ്ങി എല്ലാം നടന്നു കഴിഞ്ഞപ്പോ ഈയിടെ ഒരു പിന്നെ ആകാശത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാന്നും പറഞ്ഞിട്ടേ ഒരു സ്കൈ ഡൈനിങ് എന്നും പറഞ്ഞൊരു പരിപാടി ആനച്ചാലില്, അത് ഈയിടെ കംപ്ലൈന്റ് ആയപ്പോൾ കുറെ പേര് അതേ കുടുങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ സാധനത്തിന് പിന്നെ എന്നാ ലൈസൻസ് ഇല്ലെന്നോ അത് വേണ്ട രീതിയിലല്ല പ്രവർത്തിച്ചെന്നോ ഒക്കെ പറയുന്നു. അപ്പൊ ഇത് ഒരു സംരംഭം തുടങ്ങുന്നത് എത്ര കാശ് മുടക്കിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത് പിന്നെ ഉടനെ അതിന് നിയന്ത്രണം കൊണ്ടുവരും. അപ്പൊ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്തിട്ട് വേണം ഓരോന്നും ചെയ്തെടുക്കാനേ. ഇത് പനന്നൊങ്ക് വിൽക്കുന്നുണ്ടോ, പനന്നൊങ്ക്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലേ. നമ്മള് വന്ന വഴി കുട്ടിക്കാനം കഴിഞ്ഞപ്പോൾ നിർത്തി കേട്ടോ. വന്നപ്പോൾ ഇഷ്ടം പോലെ പാവയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പം കുറേ സാധനമൊക്കെ എടുക്കാമെന്നും കൊണ്ട് നിർത്തിയതാണ്. കുറച്ച് കുഷ്യൻസ് എടുക്കണമെന്ന് എല്ലാ പ്രാവശ്യം വരുമ്പം ഇവിടെ നിർത്തി കണ്ടിട്ട് പോകുന്നതാണ്. എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാന്ന് വെച്ച് നിർത്തിയതാണ്. എടുത്തോ, ഇത് മതി. ഇതാകുമ്പം ചെളി ആയാലും ആരും അറിയല്ലോ അല്ലേ. ഒരു കളർ മതി. ആണോ? എന്നാ അത് മതി. ഇപ്പൊ നേരത്തെയൊക്കെ മഴ പോയാലും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതുണ്ടോ, മഴ പോയി വളഞ്ഞാങ്ങാനും വെള്ളച്ചാട്ടത്തിലെ വെള്ളവും പോയി. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാന്നറിയോ, ഈ അയ്യപ്പ സീസണുമാ, അതുകൊണ്ട് അയ്യപ്പന്മാരുടെ വണ്ടിയും കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവധി ആയതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ഭാഗം എല്ലാം ഫുള്ള് ബ്ലോക്കാണ്. പയ്യ വണ്ടികളെല്ലാം പൊക്കോണ്ടിരിക്കും. മുണ്ടക്കയത്ത് വന്നൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ചായ് ബ്രോയുടെ അമ്മയും അനിയൻ്റെ വൈഫും പിള്ളേരും എല്ലാം വന്നു കേട്ടോ. ഇനി ഇവരെല്ലാം കൂടെ കൂട്ടി നമ്മൾ നേരെ ഏറ്റുമാനൂരേക്ക്. നമ്മൾ കാഞ്ഞിരപ്പള്ളി 26 മൈൽ എരുമേലിയൊക്കെ തിരിയുന്ന സ്ഥലമാണ് ഇത്. അത് ഭയങ്കര ബ്ലോക്കാണ്. അയ്യപ്പന്മാരുടെ വണ്ടിയും മറ്റു വണ്ടികളും എല്ലാം കൂടെ. KSRTC ഒക്കെ വരുന്നുണ്ട്. അയ്യപ്പൻ ഇതുണ്ട്, ആ വഴി എരുമേലി പോകുന്നത് കണ്ടോ. എല്ലാം ബ്ലോക്കാണ്. ഇപ്പം ഈ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം എല്ലാം കൂടെ ആയതുകൊണ്ടേ അവരും വഴി നീളം മൊത്തം പ്രശ്നമാണ്. നമുക്കിനി കാഞ്ഞിരപ്പള്ളി എങ്ങനെ ഒന്ന് കഴിഞ്ഞ് കിട്ടും. കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിലും ബ്ലോക്കായി. ഇപ്പോൾ ഇത് ഇവിടെ മുതൽ ബ്ലോക്കാന്ന് തോന്നുന്നു. ആണോ? ആര്? എന്നാ തിരിച്ചു പോക്കോളാനായിരിക്കും അല്ലേ. അങ്ങനെ പറ്റി ഈ വണ്ടി തിരിച്ചു പോകണോ? കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും വഴിയെ പൊക്കോളാൻ പറഞ്ഞായിരിക്കും കേട്ടോ. കാഞ്ഞിരപ്പള്ളി ടൗൺ ഫുള്ള് ബ്ലോക്കാണെന്നൊരു വണ്ടിക്കാരൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് എരുമേലി റൂട്ടായി പോയിട്ട് ഇനിയൊരു വേറൊരു വഴിയെ വേണം കയറി പോകാനായിട്ട്. ഇത് അമേരിക്കൻ ഹോസ്പിറ്റലാണ് കേട്ടോ.
നമ്മള് പണ്ട് പപ്പായ കാഞ്ഞിരപ്പള്ളി കൊണ്ട് കിടന്നത് 26-ാം മൈൽ. ആ പപ്പായുടെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ ഇവിടെ വെച്ചായിരുന്നു. അങ്ങനെ നമ്മള് കാഞ്ഞിരപ്പള്ളിയിലെ ബ്ലോക്ക് എല്ലാം ഒഴിവായി പൊൻകുന്നത്ത് വന്നു. പൊൻകുന്നത്ത് ചെറിയ ബ്ലോക്ക് കിട്ടിയായിരുന്നു. നമ്മൾ പൈകയായി കേട്ടോ. ഇതാണ് പൈക ടൗണ്. പാലായിക്ക് മുന്നേ ഉള്ള ഒരു ടൗണാണ് പൈക ടൗൺ. പാലാ ടൗൺ ബ്ലോക്ക് ഒഴിവാക്കി നമ്മൾ കടപ്പാട്ടൂർ അമ്പലത്തിന്റെ അതിലാണ് വന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ കടപ്പാട്ടൂർ അമ്പലത്തിന്റെ അവിടെ നിന്ന് വന്ന് നേരെ ഏറ്റുമാനൂർ റോഡിലോട്ട് കയറുക. ആണ് അമ്പലത്തിന്റെ കടപ്പാട്ടൂർ അമ്പലത്തിന്റെ എൻട്രൻസ് ഒക്കെ ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ഇറങ്ങി ചെല്ലുന്ന മെയിൻ റോഡിലൂടാ. പാലാ ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ്, വലത്തുനിന്ന് വരുന്നത്. നമ്മൾ നേരെ ലെഫ്റ്റ് പോകും. ടൗണ് ബ്ലോക്ക് ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ടൗണിൽ നിന്ന് വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റുമാനൂർ അടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ച് പെയ്തു, അങ്ങോട്ടൊക്കെ പെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. നമ്മളവിടെ എന്നാൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടായിരുന്നു മഴ കുറവ്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും വീണ്ടും മഴയായി. റോഡൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. ആണോ? അത് പിന്നെ പെയ്യാൻ തുടങ്ങി. ആണോ? അതിനാ മഴയില്ലേ? നീ കയ്യിലെല്ലാം ചാടി പോവല്ലേ? മഴയാണെങ്കിൽ വീട്ടിൽ ഇരുന്നോളൂല്ലോ. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ വീട്ടിലെത്തി കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ എന്നാന്ന് നോക്കാം നമുക്ക്. എല്ലാവരും ഉണ്ട് കേട്ടോ. വണ്ടിയുടെ മേളിലൊക്കെ ആളൊക്കെ നിൽപ്പുണ്ട്. അതെല്ലാം വൻ കലാപരിപാടികൾ. Happy birthday to you. Happy birthday to you. Happy birthday to you. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഇതടുത്ത മുറ്റും കൊച്ചയും കൂടെ കൂട്ടണം. അമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഊതിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിരുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.